ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് കൊച്ചിയിലേക്കൊരു യാത്രയാണേ. അത് നേരെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ എൻ്റെ അമ്മയും ഫ്രണ്ട്സും എൻ്റെ മക്കളും എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോലെ പോയതാണ്. അത് വേറെങ്ങുമല്ല, മട്ടാഞ്ചേരി. അത് വാട്ടർ മെട്രോയിലാണ് പോകുന്നത്. അതിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഗൈസ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് ടിക്കറ്റ് പെട്ടെന്ന് തന്നെ കിട്ടി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മട്ടാഞ്ചേരിയിലേക്കുള്ള ടിക്കറ്റ് വേഗമാണ് കിട്ടിയത്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്ത് കാണാനുണ്ട്. പെട്ടെന്ന് ടിക്കറ്റ് കിട്ടി, അകത്ത് കയറിയല്ലോ എന്ന്. അപ്പോൾ ഓടി നമ്മളിപ്പോൾ അങ്ങോട്ട് ബോട്ടിൽ കയറുമെന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ അടുത്ത ക്യൂവിൽ പോയി നമുക്കവിടെ ഇരിക്കേണ്ടി വന്ന്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അവർ നമ്മളെ വിളിച്ചു. നേരെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറുവാണ്. ആ ബോട്ടിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇനി കൂടെ ഉള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോയിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പേസൊക്കെ അകത്തുണ്ട്. പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റി ഒത്തിരി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സ്പേസ് ഉണ്ട്. എനിക്ക് കിട്ടിയ സീറ്റിലേക്ക് ഞാൻ എളുപ്പം ഓടിച്ചെന്ന് കയറി അങ്ങ് ഇരുന്നു. കാരണം ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാകില്ല. അതുകൊണ്ട് ഓടിപ്പോയി ഇരുന്നു. സീറ്റ് കിട്ടാത്തവരൊക്കെ അവിടെ നിന്നും കൊണ്ട് ആസ്വദിച്ചു. അങ്ങനെ അമ്മയും കൂട്ടുകാരിയൊക്കെ എന്തൊക്കെയോ കുശലങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞ് അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞുകൂടാ എന്താണ് അവർ പറഞ്ഞ് ചിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ നോക്കിയപ്പോൾ എന്താ കായൽ കാഴ്ചകൾ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ജെറ്റ് പോയൊരു പാട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ എൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുവാണേ. ഒരുപാട് നാൾ കൂടി ഇരുന്നിട്ടാണ് ഞാനൊന്ന് ബോട്ടിൽ കയറിയത്. അപ്പോൾ എന്താണ്ട് ഒരു ഡാനിയ നാരി എന്ന് പറഞ്ഞിട്ടൊരു സിംഗപ്പൂർ കപ്പൽ അവിടെ കിടക്കുന്നു. അത് അൾട്രാടെക് സിമൻറ്റ് അതിൻ്റെ പരസ്യവും കാണിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താണ് സംഭവം എന്നുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അൾട്രാടെക് സിമൻറ്റിൻ്റെ ഒരു കമ്പനിയും കാണാമായിരുന്നു. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ആയിരിക്കണം. ഈ കപ്പൽ ഓടുവോ ചാടുവോ നിൽക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും അതിനെയും കണ്ട് നമ്മളിങ്ങനെ വരുമ്പോഴേക്കും ദി കാസ്റ്റൽ ഷിപ്സ് എന്ന് പറഞ്ഞിട്ട് ഷിപ്പ് കിടക്കുന്നു. അതും കണ്ടു വരുമ്പോഴത്തേക്കും വില്ലിംഗ്ടൺ ഐലൻഡ്. ഈ വില്ലിംഗ്ടൺ ഐലൻഡിൽ ബോട്ട് അടുപ്പിച്ചു. അവിടുന്ന് കുറേ ആൾക്കാരെയൊക്കെ ഇറക്കി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ മട്ടാഞ്ചേരി എത്തി. മട്ടാഞ്ചേരിയിൽ നിന്ന് എല്ലാവരും കൂടെ ചാടിത്തുള്ളി വെളിയിലോട്ട് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ജൂ ടൗണിലേക്കാണ് പോകുന്നത്. ജൂ ടൗണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റി. എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. കാണാൻ മാത്രം പോയതുപോലെ ആയിപ്പോയി. കാരണം നല്ല റേറ്റ്, അവർ ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ട് റേറ്റ് കൂട്ടിയിട്ടിരിക്കുക. പക്ഷേ നമ്മൾ വേണ്ട സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് ബാക്കിയെല്ലാം കണ്ടങ്ങ് പോയി. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഈ പുരാണപരമായ കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ കാളയുടെ തല അല്ലെന്നുണ്ടെങ്കിൽ നെറ്റിപ്പട്ടം, ഇതൊക്കെ പണ്ട് കാലത്ത് എവിടെയൊക്കെയോ സൂക്ഷിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ. വിൽക്കാനാണോ കാണാനാണോ എന്തിനാണോ അവിടെ ഇതൊക്കെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഒരു സായിപ്പ് അവിടെ നിന്നിട്ട് പെർഫ്യൂമിനൊക്കെ വില പേശുവാണേ. പുള്ളിക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ തിരിച്ചങ്ങ് പോയി. നമ്മൾ വീണ്ടും പിന്നെയും ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പം ഇതേ ഒരു എക്സിബിഷൻ സെൻ്ററാണിത്. ഫ്രീ എക്സിബിഷനാണേ, പാസ്സൊന്നുമില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ കലാരൂപങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ കവർ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ പിന്നെ ഒരു പെർഫ്യൂം കടയിൽ കയറി 2 പെർഫ്യൂമൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുഞ്ഞു കുറേ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. നേരെ എല്ലാവരും കൂടെ പോയത് സിനഗോഗ് ചർച്ചിലേക്കായിരുന്നു. സിനഗോഗ് ചർച്ചിലേക്ക് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലും കാണിച്ചിരുന്നത്. അതിനകത്തത്തെ ഈ ഒരു വൈബ് ഒരു രക്ഷയില്ല. നല്ല സൂപ്പറായിട്ടുണ്ട്. കാരണം അതിൻ്റെ ആ ബൾബ് ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഒത്തിരി ഭംഗിയുള്ളതായിരുന്നു. അവരുടെ ആ ഒരു വിശ്വാസം, അവരുടെ ദൈവത്തിനെയൊക്കെ അവർ ഒരു സ്റ്റാർ പോലെയൊക്കെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് സമയമെടുത്ത് വേണം നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഞാൻ കൂടെ ഉള്ളവരെല്ലാം ചാടി വെളിയിൽ പോയത് കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളൊരു ദൗത്യം മാത്രമുണ്ട്. അതുകൊണ്ട് എൻ്റെ കണ്ണിൽ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ പകർത്തി. അവിടുന്ന് നമ്മൾ നേരെ വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും ഉണ്ടായി. അതുകൊണ്ട് യാത്ര തിരിക്കുവാണ്. ആ യാത്ര നേരെ ഒരു ഹോട്ടലിലേക്കാണ് മക്കളെ പോകുന്നത്. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കാനൊരു പരുവത്തിൽ നേരെ പോയി ഹോട്ടലിൽ കയറി നമ്മൾക്ക്
ചിക്കൻ ബിരിയാണിക്കാണ് കിട്ടിയത്. ചിക്കൻ ബിരിയാണി കിട്ടിയത് കൊണ്ട് കഴിച്ച് തൃപ്തിപ്പെട്ടു. നമ്മൾ നേരെ പോകുന്നത് ഇനി അടുത്ത ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ബന്ധിപ്പിക്കുന്നൊരു പാലം. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നേരെ എറണാകുളം ടൗൺ കാണാം. ഇനി ഫോർട്ട് കൊച്ചി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.